വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇനിയും ഞാൻ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ഇത്തരത്തിലുള്ള സെക്സ്വൽ എക്സ്പ്ലിറ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് നിയമവിരുദ്ധം തന്നെയാണ്. കാരണം അവർ പണം കിട്ടിക്കഴിഞ്ഞാൽ സെക്സ്വൽ ആയിട്ടുള്ള എന്ത് ചെയ്യുമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം അത് തെറ്റ് തന്നെയാണ്. ശ്വേതാ മേനോനെതിരെ കൊടുത്തിരിക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ തന്നെ പറയാം, ഞാൻ ഇവിടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നത് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഞാൻ മാർച്ച് മാസം 3-ാം തീയതി ആണ് 17-ാം തീയതിയാണ് ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട CJM കോടതിക്ക് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകിയത്. കോടതിയുടെ ഒരു നിരീക്ഷണം എന്തായിരുന്നു? കോടതിയുടെ പ്രഥമ ദൃഷ്ട്യാ ഇതിനകത്ത് കഴമ്പുണ്ട് എന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ കോടതി FIR ഇടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അല്ലാതെ മറ്റ് വിവാദങ്ങളൊന്നും ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്? സോറി, മറ്റ് വിവാദങ്ങളൊന്നും ഇല്ല എന്നാണ് താങ്കൾ? മറ്റ് വിവാദങ്ങളൊന്നുമില്ല. അതായത് ഇത് ഇങ്ങനൊരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ബന്ധപ്പെട്ട ഈ നടിക്കെതിരെ ഞാൻ പരാതി കൊടുക്കാൻ കാരണം. ഇനി മറ്റ് നിയമ നടപടികളായിട്ട് എങ്ങനെയാണ് മുന്നോട്ട്? മറ്റ് നിയമ നടപടികൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇത് പോലീസിൻ്റെ അന്വേഷണത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. അതായത് ഈ ശ്വേതാ മേനോൻ പോലുള്ള ആളുകൾ ഇപ്പം നമ്മൾ ഇപ്പം എന്നോട് വേറെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഇതിന് മുൻപ് അപ്പോൾ പുതിയ നിയമങ്ങൾ വരുവാണ്. അപ്പം ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ കുറേ കൂടെ ഓരോ ദിവസം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ വെബ് സീരീസുകൾ ഒരുപാട് ബാൻ ചെയ്തു. അതുപോലെ തന്നെ IT ആക്ട് വളരെ സ്ട്രോങ് ആക്കി. അപ്പോൾ ഈ ശ്വേതാ മേനോൻ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിൽ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇനിയും ഞാൻ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ഇത്തരത്തിലുള്ള സെക്സ്വൽ എക്സ്പ്ലിറ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് നിയമവിരുദ്ധം തന്നെയാണ്. കാരണം അവർ പണം കിട്ടിക്കഴിഞ്ഞാൽ സെക്സ്വൽ ആയിട്ടുള്ള എന്ത് ചെയ്യുമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം അത് തെറ്റ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ഇപ്പം ഞാൻ ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഇപ്പം സൈറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ സൈറ്റുകളെല്ലാം ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഇവരുടെ ന്യൂഡായിട്ടുള്ള വീഡിയോസുകൾ അല്ലെങ്കിൽ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അശ്ലീലകരമായ കാര്യങ്ങളുള്ളത് എന്ന് ബോധ്യപ്പെടുത്തിയാണ് കോടതി അത്തരമൊരു കേസ് എടുക്കാനായിട്ട് കാരണമായത്. ഈ പരാതി വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഉണ്ടോ കേസ്? സോറി, ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടോ കേസ് പിൻവലിക്കാനൊക്കെ? കേസ് പിൻവലിക്കാൻ നല്ല സമ്മർദ്ദങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് വന്നിട്ടില്ല.